നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി സെൻസർ ചെയ്യപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. അന്നു മുതൽ തന്നെ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. പലരും അഭിപ്രായങ്ങൾ പറയുന്നു, പലരും അഭിപ്രായങ്ങൾ പറയുന്നില്ല. അഭിപ്രായങ്ങൾ പറയാത്തവരെ പലരും വിമർശിക്കുന്നു, അഭിപ്രായങ്ങൾ പറയുന്നവരെയും വിമർശിക്കുന്നുണ്ട്. എന്തായാലും എന്തൊക്കെയോ എല്ലാവരും മൂടി വയ്ക്കുന്നുണ്ട്, അതിന് ശ്രമിക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. ഇന്ന് രാവിലെ തന്നെ ഭരണകക്ഷിയിലെ 3 നേതാക്കൾ ഒരു നിലപാടെടുത്തിരുന്നു. ആ നിലപാടിൽ നിന്ന് വ്യക്തമാണ് സംസ്ഥാന സർക്കാർ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ നിയമ നടപടിയും സ്വീകരിക്കാൻ പോകുന്നില്ല എന്നാണ്. ആദ്യമായി സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞു, താൻ 3.5 കൊല്ലമായി ഈ മന്ത്രിസ്ഥാനത്തുണ്ട്, ഇതുവരെ ഒരു നടി പോലും തനിക്ക് പരാതി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമായ മൊഴികളോ അല്ലെങ്കിൽ ആർക്കെതിരെ പരാതി പറഞ്ഞു, ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നടപടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ്. പരാതി തന്നാൽ നടപടിയെടുക്കാം, പരാതി വരട്ടെ എന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞത്. മുൻ മന്ത്രി AK ബാലനും ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. അതായത് മൊഴികളുണ്ട് എന്നുള്ളത് വാസ്തവമാണ്, പക്ഷേ ഈ മൊഴികൾ ആര് പറഞ്ഞുവെന്നോ ആർക്കെതിരെ പറഞ്ഞുവെന്നോ ഒന്നും യാതൊരു വിവരങ്ങളുമില്ല. ഇതില്ലാത്ത സ്ഥിതിക്ക് നടപടിയെടുക്കുക ദുഷ്കരമാണ് എന്ന് അദ്ദേഹവും പറഞ്ഞു വയ്ക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് മുൻ മന്ത്രിയുമായ P രാജീവും പറഞ്ഞത് ഇതുതന്നെയാണ്. അതായത് നിയമ നടപടി എടുക്കണം എന്നൊരു ശുപാർശ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞിട്ടില്ല, നൽകിയിട്ടില്ല എന്നതാണ്. അത് ശരിയാണോ ഇല്ലയോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ മുൻ മന്ത്രി പറയുന്നത് ഇങ്ങനെയാണ്, ഹേമ കമ്മിറ്റി ഇങ്ങനെ ഒരു ശുപാർശ നൽകിയിട്ടില്ല. നിയമവിദഗ്ധയാണ് ജസ്റ്റിസ് ഹേമ, അവർ അധ്യക്ഷയായിട്ടുള്ള സമിതിയാണ് ഈ റിപ്പോർട്ട് നൽകിയത്. ഇനി അങ്ങനെ ആർക്കെങ്കിലുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമെങ്കിൽ അവർ ആ റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിച്ചേനെ എന്നൊരു അഭിപ്രായമാണ് P രാജീവും പറഞ്ഞത്. ഈ 3 നേതാക്കളും പറയുന്നതനുസരിച്ച് എന്തായാലും ഈ റിപ്പോർട്ടിന്മേൽ യാതൊരു നടപടിയും എടുക്കാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാനും പോകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ചില വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയുമൊക്കെ നടന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സംവിധായകൻ വിനയൻ്റെ വെളിപ്പെടുത്തലാണ്. സംവിധായകൻ വിനയൻ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലുള്ള 15 അംഗ പവർ ഗ്രൂപ്പ്, അതായത് ഈ പവർ ഗ്രൂപ്പാണ് ആരൊക്കെ വഴങ്ങുന്നില്ല എന്നൊക്കെയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഇങ്ങനെ വഴങ്ങാത്തവരെ മാറ്റി നിർത്താനും അവരെ ബഹിഷ്കരിക്കാനും ഒക്കെയുള്ള സമ്മർദ്ദങ്ങൾ പലയിടങ്ങളിലും ചെലുത്തുന്നത് ഈ സിനിമാ മേഖലയിലെ 15 പേരടങ്ങുന്ന ഈ പവർ ഗ്രൂപ്പാണ്. ഇതിൽ സുപ്രസിദ്ധരായ നടന്മാരടക്കമുണ്ട് എന്ന് ഇന്നലെ വെളിപ്പെടുത്തൽ വന്നിരുന്നു. ഇന്ന് ഒരല്പം കൂടി കടന്നു വന്ന വെളിപ്പെടുത്തലാണ് വിനയൻ്റേത്. അതായത് ഈ പവർ ഗ്രൂപ്പിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായിട്ടുള്ള ഒരു നടനാണ് എന്നതാണ്. തീർച്ചയായും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ്. സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗം എന്ന് പറയുമ്പോൾ തീർച്ചയായും സംശയത്തിന്റെ മുന നീളുന്നത് KB ഗണേഷ് കുമാറിലേക്ക് തന്നെയാണ്. ആ ഒരു പേര് വിനയൻ എടുത്തു പറഞ്ഞില്ല എങ്കിൽ കൂടി സംശയം പോകുന്നത് ആ വഴിക്ക് തന്നെയാണ്. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും ഈ വിട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സെൻസർ ചെയ്തത് ആര് എന്നൊരു സംശയം ബലപ്പെടുകയാണ്. അതായത് വിവരാവകാശ കമ്മീഷൻ ഏതൊക്കെ ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനു പുറമെ ചില ഭാഗങ്ങൾ കൂടി ഒളിച്ചു വച്ചു, അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ കൂടി പുറത്തുവിടാതെ മാറ്റിവെച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും മാധ്യമങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ റിപ്പോർട്ടിന് 296 പേജുള്ള ഒരു ഭാഗമാണുള്ളത്. ഇതിൽ പാരഗ്രാഫ് 48ഉം 49ഉം അതോടൊപ്പം തന്നെ 165ഉം 169ഉം ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. 61 പേജ് അടങ്ങുന്ന മറ്റൊരു ഭാഗം അത് സാംസ്കാരിക വകുപ്പ് അതിൻ്റെ പരിശോധനയിൽ കണ്ടെത്തി ഒഴിവാക്കിയതാണ്. അതായത് വ്യക്തിപരമായ ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ സ്വകാര്യതയെ ബാധിക്കുന്നയോ ഭാഗമാണ് എന്ന് സാംസ്കാരിക വകുപ്പ് കണ്ടെത്തി മാറ്റിവെച്ചതാണ്. മറ്റൊരു 400 പേജ് അതും ഇതുപോലെ തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ വളരെ തുച്ഛമായ വിവരങ്ങൾ മാത്രമാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തു വന്നിട്ടുള്ളത്. വിവരാവകാശ കമ്മീഷൻ അടക്കമുള്ളവർ നിർദ്ദേശിച്ച ഭാഗം മാത്രമല്ല, സാംസ്കാരിക വകുപ്പിന്റെ കൃത്യമായ ഇടപെടൽ ഇതിനകത്തുണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. വിനയൻ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്ന ആരോപണം അനുസരിച്ച് സർക്കാരിൽ ഈ പറയുന്ന ഹൈ പവർ ഗ്രൂപ്പിന്റെ പ്രതിനിധി ഉണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഈ റിപ്പോർട്ട് എഡിറ്റ് ചെയ്തത് ആര്, അല്ലെങ്കിൽ സെൻസർ ചെയ്തത് ആര് എന്ന ചോദ്യം ഇന്ന് ഉയരുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482
5599. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.